ശരൺ എന്ന ഡയറക്ടർ അജിത്തിനെ വെച്ചിട്ട് കാതൽ മന്നൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അമർക്കണം, ഈ ഒരു 2 സിനിമയും കഴിഞ്ഞതോടുകൂടി അദ്ദേഹം ഒരു മുൻനിര സംവിധായകനായി മാറി. ഇത് കഴിഞ്ഞ് പാർത്തിൻ രസത്തെ എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്യുന്നു. ആ ഒരു സിനിമ പ്രശാന്തും സിമ്രാനും വെച്ചിട്ടുള്ള സിനിമയാണ്. അതും തരക്കേടില്ലാതെ പോയൊരു സിനിമയാണ്. പിന്നെ അല്ലി അർജുന എന്ന ഒരു സിനിമ ചെയ്തു. അത് മനോജ് ഭാരതിരാജയായിരുന്നു ആ ഒരു സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചത്. അതങ്ങനെ അങ്ങനെ വലിയൊരു വിജയിച്ചിട്ട് സിനിമ. ചില പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. എ റഹ്മാനായിരുന്നു അതിന്റെ മ്യൂസിക് ഒക്കെ. ഇത് കഴിഞ്ഞിട്ട് ശരൺ പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമയാണ് ജെമിനി. ആക്ച്വലി ആ ഒരു ജെമിനിയുടെ കഥ എന്ന് പറയുന്നത്, നിങ്ങൾ ആ സിനിമ കണ്ട പലർക്കും അറിയുന്നുണ്ടാവും. അതൊരു ഒരു ഗാങ്സ്റ്റേഴ്സ്, 2 റൗഡികളുടെ ഒരു കഥയൊക്കെയാണ്. ഇത് ശരിക്ക് അവിടെ ചെന്നൈയിൽ ഉണ്ടായിരുന്ന 2 റൗഡികൾ, അവര് 2 പേരും അന്ന് ഒരു വലിയൊരു വാർത്ത, അന്ന് ആ 2001 എന്ന് പറയുന്ന ഒരു കാലത്ത് വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു. അവർ 2 പേരും അവരുടെ ഈ ഗുണ്ടായിസം ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പോലീസിന് കീഴടങ്ങുന്നു, എന്നിട്ട് നല്ല രീതിയിൽ ഇനി ജീവിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഒരു വാർത്തയായിരുന്നു. അപ്പൊ ഈ ഒരു വാർത്ത ശരണ് സ്ട്രൈക്ക് ചെയ്തു. ഇതിനെ ബേസിട്ട് അദ്ദേഹം ഒരു കഥ എഴുതി. എന്നിട്ട് അത് അജിത്തിനെ നായകനാക്കി. കാരണം അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പത്തെ സിനിമകൾ കൂടുതൽ അഭിനയിച്ചിട്ടുള്ള അജിത്താണ്. അന്ന് ഇത്തരം വേഷങ്ങളൊക്കെ ചെയ്യുന്നതും അജിത്ത് തന്നെയാണ്. വിജയ് എന്ന് കുറച്ചുകൂടി സോഫ്റ്റ് റോൾസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അന്ന് അജിത്തിനെ വെച്ചിട്ട് ഈ എറുമുഖം, അങ്ങനെ ആ ഒരു പേരിലാണ് ആ ഒരു സിനിമ അനൗൺസ് ചെയ്യണതും അതിന്റെ ഷൂട്ടും കാര്യങ്ങളും. ഇന്നും അതിന്റെ പല സ്റ്റിൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണും. എന്നിട്ട് അജിത്ത് അതിൽ അഭിനയിച്ച് തുടങ്ങി. പക്ഷെ എവിടെയോ അജിത്തിന് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് ആ സമയത്ത് തന്നെ റെഡ് എന്ന് പറയുന്ന ഒരു സിനിമ അജിത്തിന് ലഭിച്ചു. അപ്പൊ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കൂടുതൽ അജിത്തിന് ഇഷ്ടപ്പെട്ടിട്ട് അജിത്ത് അത് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഇത് നിന്നു. അങ്ങനെയാണ് ഇതിലോട്ട് വിക്രം വരുന്നത്. അപ്പൊ വിക്രമാണെങ്കിൽ ആ ഒരു സമയത്ത് ദിൽ എന്ന് പറയുന്നത്, അത് സേതു കഴിഞ്ഞ് പിന്നെ ദിൽ അഭിനയിക്കുന്നു. ദില്ലോടുകൂടി, ദില്ലാണ് ശരിക്കും വിക്രമിന്റെ ആദ്യത്തെ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ്, ഒരു സോളോ ഹിറ്റ്. അതിനു മുമ്പ് സേതു നമുക്കൊരു കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ദില്ല് ഭയങ്കരമായിട്ട് വിജയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാശി എന്ന സിനിമയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ജെമിനിയിലോട്ട് വിക്രം വരുന്നത്. ശരിക്കും ജെമിനി ഒരു എന്താ പറയാ, ശരിക്കും ഒരു ബോക്സ് ഓഫീസ് കുലിക്ക് ഒരു ഹിറ്റ് തന്നെയായിരുന്നു.